أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد إن الدين عند الله الإسلام الله بينجل أنجيكردمايا مدام إسلام ومن يبتغي غير الإسلام دينا فلن يتقبل منه إسلام അല്ലാത്തത് മതമായി ആരെങ്കിലും അന്വേഷിച്ചാൽ തേടിയാൽ അത് അവൻ്റെ പക്കൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല, അസ്വീകാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു അംഗീകരിച്ചിട്ടുള്ള മതം ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ അഡ്രസ്സിൽ പല പ്രസ്ഥാനങ്ങളും നിലവിൽ വന്നിട്ടുണ്ട്, നിലവിൽ വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അള്ളാഹ് പറയാം. അങ്ങനെ വരുന്ന നൂതന പാർട്ടികൾക്കാണ് മുബ്തദിഊൻ ബിദ്അത്തുകാർ എന്ന് പറയുന്നത്. പുതിയ വിശ്വാസം, പുതിയ ആചാരം, പുതിയ ആരാധനകൾ, പുതിയ ജീവിത രീതികൾ അതുമായിട്ട് വരുന്ന ആളുകൾക്ക്, ഇസ്ലാമിൻ്റെ മൗലിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് അടിസ്ഥാനമില്ലാത്ത പുതിയ ആശയങ്ങളുമായിട്ട് വരുന്ന ആളുകൾ, അവർക്കാണ് മുബ്തദികൾ എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ മൗലിക പ്രമാണങ്ങൾ ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് ഇതിൻ്റെ അടിത്തറയില്ലാത്ത, അസ്ഥിവാരമില്ലാത്ത, ഇതിന് വിരുദ്ധമായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ ദീനിൽ കൊണ്ടുവന്നാൽ അതിന് ബിദ്അത്ത് എന്നാണ് പറയുന്നത്. ബിദ്അത്തുകാർ അതത് കാലങ്ങളിൽ സാധാരണക്കാരായ ആളുകളെയും വിവരമില്ലാത്ത ആളുകളെ വശീകരിക്കുവാൻ, വെട്ടിൽ വീഴ്ത്തുവാൻ പല കുതന്ത്രങ്ങളും ആവിഷ്കരിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലും ബിദ്അത്തുകാരായ ആളുകൾ പല കുതന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുതന്ത്രങ്ങളെ, കുപ്രസിദ്ധമായ കുതന്ത്രങ്ങളിൽ നമുക്ക് ഏഴായിട്ടിരിക്കാം. അതിന് നമുക്ക് സപ്തകുതന്ത്രങ്ങൾ എന്ന് പറയാം. ബിദ്അത്തുകാരുടെ സപ്തകുതന്ത്രങ്ങൾ, കുപ്രസിദ്ധങ്ങളായ സപ്തകുതന്ത്രങ്ങൾ എന്ന് വേണമെങ്കിൽ അവയെക്കുറിച്ച് പറയാം. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കൂടുതലായി പഠിച്ചിട്ടില്ലാത്ത ആളുകൾ അവരെ വെട്ടിൽ വീഴ്ത്തുവാനും വഞ്ചിക്കുവാനും ബിദ്അത്തിലേക്ക് ചാടിക്കുവാനുമായി അവരാവിഷ്കരിക്കുന്ന കുതന്ത്രങ്ങൾ പ്രധാനമായും 7 എണ്ണമാണ്. ഇക്കാര്യത്തെക്കുറിച്ച് നാം ശ്രദ്ധാലുക്കളാകണം, ജാഗരൂകരായിരിക്കണം. ഇല്ലെങ്കിൽ നാം, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ചതിയിൽ വീണുപോകും. എന്താണ് 7 കുതന്ത്രങ്ങൾ? അൻവാടു മഖിദിൻ സബ്അത്തും മൻഷൂറ ലിഅഹ്ലി ബിദ്അഇൻ ഫിൽ വറാ മശ്ഹൂറ. 7 കുതന്ത്രങ്ങളാണുള്ളത്, കുപ്രസിദ്ധങ്ങളായ 7 കുതന്ത്രങ്ങൾ. അവ്വലുഹാ തബസ്സുമും മുദാഹന വസാനിയൽ ഇസ്ആഫു വൽ മുസാഅദ. ഒന്നാമത്തെ കുതന്ത്രം എന്താ? തബസ്സുമും മുദാഹന, സോപ്പിങ്ങും പുഞ്ചിരിയുമാണ്. ബിദ്അത്തുകാർ അവർക്കൊരിക്കലും വെട്ടിൽ വീഴ്ത്താൻ കഴിയില്ലെന്ന് ഉറപ്പുള്ള പണ്ഡിതന്മാരെ കാണുമ്പോൾ പൂച്ചയുടെ മുഖത്ത് വെള്ളം കുടഞ്ഞതുപോലെ ചുളിഞ്ഞ മുഖത്തോടുകൂടിയാണ് പണ്ഡിതന്മാരെ സമീപിക്കുക. സുന്നത്തി ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെയും സജീവ പ്രവർത്തകരെയും. അല്ലാത്ത ആളുകളെ വെട്ടിൽ വീഴ്ത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുള്ള പാവപ്പെട്ട സുന്നികളെ കാണുമ്പോൾ അവർ 1 കിലോമീറ്റർ അകലിൽ നിന്ന് തന്നെ ചിരിക്കാൻ തുടങ്ങും. പുഞ്ചിരി, ഫിറ്റ് ചെയ്ത പുഞ്ചിരിയുമായിട്ടാണ് വരുന്നത്. പിന്നെ സോപ്പിങ്ങായി, സുഖവിവരങ്ങൾ അന്വേഷിക്കുകയായി, കുടുംബക്കാര്യങ്ങൾ അന്വേഷിക്കുകയായി, ആരോഗ്യകാര്യങ്ങൾ അന്വേഷിക്കുകയായി. എല്ലാം കൂടി കേട്ടാൽ ഇവരെപ്പോലെ നമ്മുടെ ഗുണകാംക്ഷികൾ വേറെ ഇല്ല എന്ന് തോന്നും പാവപ്പെട്ട ആളുകൾക്ക്. അപ്പോൾ കൂടുതലായിട്ട് അവരോടൊരു മാനസികമായ അടുപ്പമുണ്ടാകും. ഇതിനാണ് ഈ പുഞ്ചിരി, ഫിറ്റ് ചെയ്ത തന്ത്രപൂർണമായിട്ടുള്ള പുഞ്ചിരിയും സോപ്പിങ്ങും നടത്തുന്നത്. രണ്ടാമത്തേത് എന്താ? വസാനിയൽ ഇസ്ആഫു വൽ മുസാഅദ. രണ്ടാമത്തേത് സാമ്പത്തിക സഹായങ്ങളും ശാരീരിക സഹായങ്ങളുമാണ്, സാന്ത്വന പ്രവർത്തനങ്ങളും സഹായങ്ങളുമാണ്. കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം,
രോഗികൾക്കുള്ള ആതുര സഹായം, അതുപോലെ തന്നെ പട്ടിണിപ്പാവങ്ങൾക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളും സഹായങ്ങളും ചെയ്തു തരുന്നു. ഇത് വലിയൊരു തന്ത്രമാണ്. വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഈ തന്ത്രം. പല മേഖലകളിലും, ദരിദ്ര മേഖലകളിലുമുള്ള മുസ്ലിമുകളടക്കമുള്ള ആളുകളെ ക്രിസ്ത്യാനിസത്തിലേക്ക് കൊണ്ടുവരാൻ ക്രിസ്ത്യൻ മിഷണറിമാർ ഉപയോഗിക്കുന്ന തന്ത്രം, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, ചികിത്സാ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, മറ്റ് സാന്ത്വന പ്രവർത്തനങ്ങൾ എല്ലാം നടത്തുന്നു. ഇതിൽ ഒരുവിധ ആളുകളൊക്കെ വെട്ടുവീഴിൽ വീണുപോകും. മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമികളായ ആളുകളുമൊക്കെ തന്നെ സുന്നികളായ പാവങ്ങളെ വെട്ടിൽ വീഴ്ത്താൻ വേണ്ടി അവർ വല വീശുന്ന വലയിൽപ്പെട്ട ഒരു വലയാണ്, ഒരു കെണിയാണ് ഈ സഹായം എന്ന് പറയുന്നത്. എന്ന ഒരു കവി പറഞ്ഞത്. അഹ്സിൻ ഇലന്നാസി, ജനങ്ങൾക്ക് നീ ഉപകാരം ചെയ്തു കൊടുക്കുക. എന്നാൽ തസ്തഅബിദു ഖുലൂബഹും, അവിടെ ഹൃദയങ്ങളെ നിനക്ക് സ്വാധീനിക്കാൻ കഴിയും, അടിമപ്പെടുത്താൻ കഴിയും. എന്തുകൊണ്ട്? ഫത്താലമസ്തഅബദൽ ഇൻസാന ഇഹ്സാനോ, ഉപകാരം മനുഷ്യനെ അടിമപ്പെടുത്തുക, അധീനപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക എന്നത് ദീർഘകാലാനുഭവ വിദിതമായ കാര്യമാണ്. ദീർഘകാലത്തെ അനുഭവം വെച്ച മനുഷ്യജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഉപകാരം ചെയ്തുകൊണ്ട് ആളുകളെ വശീകരിക്കാൻ കഴിയുമെന്നത്. അതുകൊണ്ട് ഈ റൂട്ട് അവർ സ്വീകരിക്കുന്നു. സാന്ത്വന പ്രവർത്തനങ്ങളും സാമ്പത്തിക സഹായങ്ങളുമൊക്കെ ചെയ്തുകൊണ്ട് വശീകരിക്കാൻ, പെൺകുട്ടികളെ കെട്ടിക്കാൻ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായങ്ങൾ, രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങൾ, അങ്ങനെ തുടങ്ങി വീട് വെക്കാനുള്ള സഹായങ്ങൾ. അതുപോലെ തന്നെ പലപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ പല സദ്യക്കും ക്ഷണിക്കുന്നു, നോമ്പുതറക്ക് ക്ഷണിക്കുന്നു, എന്നിട്ട് കിറ്റുകൾ കൊടുക്കുന്നു, അങ്ങനെയുള്ള സഹായങ്ങൾ. സക്കാത്തുകൾ വാരിക്കോരി കൊടുക്കുന്നു, അങ്ങനെയുള്ള സഹായങ്ങൾ. ഇവയുള്ള സഹായങ്ങളൊക്കെ അവരെ പ്രസ്ഥാനവുമായി ജനങ്ങളെ അടുപ്പിച്ച് വെട്ടിൽ വീഴ്ത്താനുള്ള ഒരു അടവാണ്. മറ്റൊന്നെന്താ? സാലീസുഹാദമ്മു വഹത്തുക്കോ ഹുറുമറ്റി, സാലീസുഹാദമ്മു വഹത്തുക്കോ ഹുറുമറ്റി വലമായി അഹ്ലിദ്ദീനി അഹ്ലിസ്സുന്നത്തി. മൂന്നാമത്തേത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ തേജോപതം ചെയ്യുകയും ഇകഴ്ത്തുകയും അവരെ ഭത്സിക്കുകയും ചെയ്യുക എന്നതാണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധീരമായി ശബ്ദിക്കുകയും അതിനുവേണ്ടി സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, ബിദ്അത്തിനെ എതിർക്കുന്ന ആളുകൾ, വഹാബിസത്തെ എതിർക്കുന്നവർ, മൗദൂദിസത്തെ എതിർക്കുന്നവർ, അങ്ങനെയുള്ള പണ്ഡിതന്മാരെ ജനമനങ്ങളിൽ ചെറുതാക്കി കാണിക്കുവാനും അവരെ ഇകഴ്ത്തുവാനും വേണ്ടി അവരുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക, ഉള്ളതോ ഇല്ലാത്തതായ ആരോപണങ്ങൾ പറഞ്ഞു പരത്തുക. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് അവരോടുള്ള മടിപ്പ് നഷ്ടപ്പെടും. പണ്ഡിതന്മാരോടുള്ള മടിപ്പ് നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായും അവർ പറയുന്നത് ജനങ്ങൾ ചെവിക്കൊള്ളുകയില്ല, അവരെ അവജ്ഞയോടുകൂടി അവഗണിച്ചു കളയും. അപ്പോൾ അവർക്ക് ബീജാപാപം നടത്താൻ, അവരുടേതായ ബീജങ്ങൾ കുത്തിവെക്കാൻ, മുബത്തദിങ്ങളുടെ ബീജം കുത്തിവെക്കാൻ എളുപ്പം കഴിയും. കാരണം പ്രതിരോധിക്കാൻ ആളില്ല. പ്രതിരോധ ചികിത്സയ്ക്കുള്ള ഭിഷഗ്വരന്മാരെ തേജോപതം ചെയ്ത് ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണ്, അവരോട് അറപ്പും വെറുപ്പും ജനമനങ്ങളിൽ സൃഷ്ടിക്കുകയാണ്. ഇത് വലിയൊരു അടവാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ പണ്ഡിത തേജോപതം വളരെ കർശനമായി ഇസ്ലാം നിരോധിക്കാനുള്ള കാരണം. ലാ തഗ്തബന്ന ഹദൻ ഫളിലന്നനിൽ ഉലമ വലൗ ബിസഹ്ബിൽ ലിമാ ഫിലഹിമിഹിം റുഫൂ ഇന്നദ്ദുആഫ മതാ മകാനത ഉകുലുഹു വലൗ ബിസഹ്ബിൻ ജറാ ഫി നഫ്സിക തലഫൂ. ലാ തഗ്തബന്ന ഹദൻ, ആരെയും നീ ദൂഷണം നടത്തരുത്. ഫളിലൻ അലിൽ ഉലമ, പണ്ഡിതന്മാരെക്കുറിച്ച് വിശേഷിച്ചു. എന്തുകൊണ്ട്? അവരുടെ മാംസത്തിൽ വിഷമുണ്ട്. വിഷം നീ അറിയാതെ തിന്നാലും വിഷബാധയുണ്ടാകും, നീ നശിച്ചു പോകും. അതുകൊണ്ട് പണ്ഡിത തേജോപതം നടത്തരുത്. പണ്ഡിതന്മാരെക്കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെട്ടാൽ പ്രസ്ഥാനത്തെക്കുറിച്ച്, ഇസ്ലാമിക പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെട്ടു പോകും.
എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്ക് എന്തും ചെയ്യുക, ആരും ഒന്നും മിണ്ടണ്ടെന്ന അർത്ഥത്തിനല്ല. പണ്ഡിതന്മാർ തെറ്റ് ചെയ്താൽ അവരെ നിരൂപിക്കേണ്ട രീതിയുണ്ട്, വിമർശിക്കേണ്ട രീതിയുണ്ട്, അവരെ ഉപദേശിക്കേണ്ട രീതിയുണ്ട്. ആ രീതിയിൽ ഉപദേശിക്കുകയും വിമർശിക്കുകയും നിരൂപണം നടത്തുകയും ചെയ്യാം. പക്ഷേ അവരുടെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ച് അവരെക്കുറിച്ച് ജനജനങ്ങളുടെ മടിപ്പ് അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. നഷ്ടപ്പെടുത്തിയാൽ ദീനിന് പ്രസ്ഥാനത്തിന് നഷ്ടമാണ്. ഈ ഒരു അടവാണ് വാസ്തവത്തിൽ മുബ്തദികൾ ചെയ്യുക. നമ്മുടെ എണ്ണപ്പെട്ട ആലിമ്യങ്ങൾ, സുന്നത്തിയമായത്തിന് വേണ്ടി ധീരമായി ശബ്ദിക്കുന്ന ആലിമ്യങ്ങളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഉള്ളതോ ഇല്ലാത്തതായ അപവാദ പ്രചാരണങ്ങൾ നടത്തും. അപ്പോൾ ജനങ്ങൾക്ക് അവരോട് മതിപ്പ് കുറയും. അപ്പോൾ അവർ പറഞ്ഞ ജനങ്ങൾ സ്വീകരിക്കില്ല. അപ്പം നല്ല ഒരു വിളവെടുപ്പിനുള്ള അവസരം, സുവർണ അവസരം വിധികെട്ടുകാർക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നാലാമത്തെ അടവെന്താ? അഴകുഴ പണ്ഡിതന്മാരെ പ്രശംസിക്കുക എന്നതാണ്. അഴകുഴ പണ്ഡിതന്മാർ, വിദഗ്ധ പ്രത്യക്ഷപ്പെട്ടാൽ മൗനം അവലംബിക്കുന്നവർ, സ്വന്തം താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭീരുത്വം കൊണ്ട് മിണ്ടുന്നില്ല, വിദഗ്ധ പ്രത്യക്ഷപ്പെട്ടു. മുജാഹിദുകൾ വിളയാട്ടം നടത്തുന്നു, ജമാഅത്തുകാർ അഴിഞ്ഞാട്ടം നടത്തുന്നു, സ്വന്തം മുസ്ലിം സഹോദരന്മാരെ വേട്ടയാടുന്നു, മിണ്ടുന്നില്ല. എന്താണ് മിണ്ടാതിരിക്കുന്നത്? പിന്നീട് സ്ഥാപിത താല്പര്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ തന്നെ അവരാക്ഷേപിക്കും, കുറ്റപ്പെടുത്തുമെന്നുള്ള ഭീതി കൊണ്ട് മൗനം അവലംബിക്കുന്ന അഴകുഴ പണ്ഡിതന്മാരുണ്ട്. ഈ അഴകുഴ പണ്ഡിതന്മാരെ മുക്തകണ്ഠം പ്രശംസിക്കുക എന്നത് വിദഗ്ധക്കാരുടെ സ്വഭാവമാണ്. അവരെ സംബന്ധിച്ച് പറയും കക്ഷിത്വമില്ലാത്തവരാണ്, ആരെയും ആക്ഷേപിക്കാത്തവരാണ്. അവർ പ്രസംഗിക്കാൻ വേണ്ടി വന്ന നല്ല പ്രസംഗം, ഇന്നത്തെ പ്രസംഗം വളരെ മോശം, എല്ലാവരെയും കുറ്റം പറഞ്ഞ പ്രസംഗം, ആളുകൾക്ക് പഠിക്കാനുള്ള വിഷയമാണ്. ഇന്നത്തെ പ്രസംഗം കണ്ടില്ല നിങ്ങൾ? ഇന്ന് ആരോ ആൾ പറഞ്ഞ ആൾ നല്ല ആൾ കേട്ടോ, അയാൾ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ഒരു കക്ഷിത്വം പറഞ്ഞിട്ടില്ല, നല്ല വയൽ. ഇതാ നല്ല വയൽ, ഇവനെപ്പറ്റിയും ഇവൻ്റെ പാർട്ടിനെ പറ്റിയൊന്നും വേണ്ടിയിട്ടില്ല. ഇതാ നല്ല വയൽ എന്ന് പറയാനുള്ള കാരണം. ഇങ്ങനെയുള്ള അഴകുഴ പണ്ഡിതന്മാരെ പ്രശംസിക്കുക. അപ്പം ഉണ്ടോ വയൽ കമ്മിറ്റി, നാട്ടുകാരൊക്കെ കണ്ടോ എല്ലാവരും തൃപ്തിപ്പെട്ട വയല, ഇന്നത്തെ വയൽ മോശം. അപ്പോൾ അതുകൊണ്ട് ഇത് ആളെയും കുറ്റം പറയാത്ത ആളുകളെ കൊണ്ടുവരണം എന്ന ഒരു തെറ്റിദ്ധാരണ എന്ത് ചെയ്യും? നമ്മുടെ സംഘാടകരുടെ ഇടയിൽ ഉണ്ടായിത്തീരും. ഇത് വലിയൊരു അടവാണ്. അതാണ് അഴകുഴ പണ്ഡിതന്മാരെ മധുഹു ചെയ്യുക എന്ന് പറഞ്ഞത്. അഞ്ചാമത്തെ രാഷ്ട്രീയക്കാരായ ആളുകളെ പ്രകോപിപ്പിക്കുക. ആർക്കെതിരെ? വിദഗ്ധത്തിനെ എതിർക്കുന്ന പണ്ഡിതന്മാർക്കെതിരെ. വിദഗ്ധത്തിനെ എതിർക്കുന്ന പണ്ഡിതന്മാരെ അവർ നമ്മുടെ രാഷ്ട്രീയത്തിനെതിരാണ്, നമ്മുടെ LDFിനെതിരാണ്, അല്ലെങ്കിൽ നമ്മുടെ UDFിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുപ്രചരണം നടത്തി സമൂഹത്തെ വഞ്ചിക്കുക. അതെന്തിനാണ്? അത് മതത്തേക്കാൾ ഉപരിയായി, ദീനിനേക്കാൾ ഉപരിയായി ഭൗതിക രാഷ്ട്രീയത്തെ സ്നേഹിച്ചവൻ അവൻ നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ പാർട്ടീൻ്റെ ആളാണോ അല്ലെങ്കിൽ നമ്മളെ പാർട്ടിയെ കുറ്റം പറയാത്ത ആളാണോ എന്ന് നോക്കുന്നത്. വേറെ ഇസ്ലാമിനെ അനുകൂലിക്കുന്ന ആളാണോ, പ്രസ്ഥാനത്തിന് ഉപകാരമുള്ള ആളാണോ, സുന്നത്തിയമായത്തിന് ഉപകാരമുള്ള ആളാണോ, ഇതൊന്നും രാഷ്ട്രീയ തിമിരം ബാധിച്ച ആളുകൾക്ക് വിഷയമേ അല്ല. നമ്മൾ പറയും എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ LDF ആയാലും UDF ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും വേണ്ടിയില്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ നിങ്ങളുടെ പാരത്രിക മോക്ഷത്തിന് വേണ്ടി, ആഖിറത്തിൻ്റെ ഗുണത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും സുന്നികളാകണം എന്ന് നമ്മൾ പറയുമ്പോൾ ഭൗതിക രാഷ്ട്രീയത്തിൽ വിലയം പ്രാപിച്ചിട്ടുള്ള, അതിൻ്റെ തീവ്രം ബാധിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞത് നിങ്ങൾ സുന്നിയായാലും വേണ്ടിയില്ല, മുജാഹിദായാലും വേണ്ടിയില്ല, ജമാഅത്തായാലും വേണ്ടിയില്ല, ഖാദിയാനിയായാലും വേണ്ടിയില്ല, നിരീശ്വരവാദിയായാലും വേണ്ടിയില്ല, നിങ്ങൾ നമ്മുടെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണം. ഇതാണ് അവർ പറയുന്നത്. ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ അവരെ പ്രകോപിപ്പിക്കുക. നമ്മുടെ പാർട്ടിക്കെതിരാണ് തന്നെ. അത് ശരി, വയലെന്ന് കേൾക്കണ്ട, അയാൾ വയലൊക്കെ പറയും, പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ സുന്നത്തിയുമായിട്ടും പറയും, വയലും പറയും. എൻ്റെ ഉള്ളിലുള്ള ദുരുദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിനെ എതിർക്കലാണ്. അങ്ങനെയുണ്ടോന്ന് ചോദിച്ചു. അങ്ങനെയുണ്ട്. അത് കേട്ടാൻ മതി ഇവന്. എന്നാൽ പിന്നെ ആ ആലിമിനെ കുറ്റം പറയാനും ആക്ഷേപിക്കാനും അയാളെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടാനും മദ്രസയിൽ നിന്ന് പിരിച്ചുവിടാൻ കോളേജിൽ നിന്ന് പിരിച്ചുവിടാൻ എന്തൊക്കെ വേണം അതൊക്കെ ചെയ്യും. ഈ ഇടക്കാലത്ത് ഇവിടെ നല്ലപോലെ പയറ്റുകയുണ്ടായി. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഭൗതിക രാഷ്ട്രീയക്കാരെ പിടിച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർക്കെതിരെ തിരിച്ചുവിട്ടു. സുന്നത്തിമായത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ധീരരായ പണ്ഡിതന്മാർക്കെതിരെ പെരുത്താളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട് അവരെ അപവദിച്ച് അവരെ ഗീബത്ത് പറഞ്ഞ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളുടെ കാന്തവലയത്തിലേക്ക് സുന്നികളെ കൊണ്ടുവന്നപ്പോൾ
അവരെ ജാഗരൂകരാക്കിയപ്പോൾ ആ അടവ് ഇവിടെ പയറ്റിയിട്ട് പ്രയോഗിക്കാതെയായി. അങ്ങനെ കുറേ പ്രയോഗിച്ചിരുന്നു. കുറേ പള്ളികളിൽ നിന്ന് ഇമാമികളെ പുറത്താക്കി, മദ്രസ ആളുകളെ പുറത്താക്കി, അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകരെയും അതിൻ്റെ പ്രണേതാക്കളെയുമൊക്കെ വളരെ കൂടുതൽ വിഷമിപ്പിക്കുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു ഇടക്കാലത്ത്. അതിന് ഏകദേശം ഇപ്പോൾ അറുതി വന്നത്, ഒരളവോളം അറുതി വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെയും സുൽത്താനുലുമയുടെയും നേതൃത്വത്തിൽ സുന്നികൾ സംഘടിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ്. എല്ലാ വിധത്തിലുള്ള എതിർപ്പുകളെയും ആക്ഷേപങ്ങളെയും വിമർശങ്ങളെയും എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ധീരമായി സമുദായത്തിന് അവർ നേതൃത്വം നൽകിയതുകൊണ്ട് വാസ്തവത്തിൽ ആ രംഗത്ത് നമുക്ക് ഏറെക്കുറെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പള്ളികളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ നമുക്ക് നല്ല ചങ്കൂറ്റത്തോടുകൂടി സത്യം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു തആല ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന് അല്ലാഹു തആല ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഈ സമുദായത്തിൻ്റെ ഇസ്സത്തോടുകൂടി നയിക്കുവാൻ ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം കൊളുത്തിവെച്ച ദീപം എന്നും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അഞ്ചാമത്തെ കുതന്ത്രം അതാ. ഖമീസുഹാ ഇഖ്റാഉ അഹ്ലി സിയാസത്തി ബി അഹ്ലി ഇൽമിൻ സൈഫി അഹ്ലിൽ ബിദ്അത്തി. ബിദ്അത്തുകാരുടെ കണ്ടകോടാലിയായി വർത്തിക്കുന്ന കരുത്തരായ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കെതിരെ രാഷ്ട്രീയക്കാരെ പ്രകോപിപ്പിച്ചു വിടുക എന്നതാണ്. പിന്നെ രാഷ്ട്രീയക്കാരെ ആയിക്കോളും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയ കലങ്ങിയ വെള്ളത്തിൽ മറ്റുള്ളവർക്ക് വിദ്യാർത്ഥിക്കാർക്ക് മീൻ പിടിക്കാൻ എളുപ്പമുണ്ടാകും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത്. ഇനി ആറാമത്തേതെന്താ? സദി സുഹദ്ദുഖൂലു ഫീ ഇദാറത്തി മആഹിദി ദീനി ലി അഹ്ലി സുന്നത്തി. സദി സുഹദ്ദുഖൂലു ഫീ ഇദാറത്തി മആഹിദി ദീനി ലി അഹ്ലി സുന്നത്തി. സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളുടെ സ്ഥാപനങ്ങളുടെ ഭരണത്തിൽ കടന്നുകൂടുക. ഇതാണ് ആറാമത്തേത്. സുന്നികളുടെ പള്ളി ഭരിക്കാൻ സുന്നികളില്ലേ? ആ പള്ളി കമ്മിറ്റിയിൽ എന്താ മുജാഹിദിനും ജമാഅത്തിനും എന്താ കാര്യം? സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, സുന്നികൾക്ക് വേണ്ടി സ്ഥാപിതമായ പള്ളി. അവർ സുന്നത്ത് ജമാഅത്തിനെ എതിർക്കുന്ന ആളുകൾക്ക് ആ പള്ളി ഭരണക്കാര്യത്തിൽ എന്താണുള്ളത്? അതിൽ കടന്നുകൂടാൻ ശ്രമിക്കുക. അവിടെ മദ്രസ കമ്മിറ്റിയിൽ കടന്നുകൂടുക, അവിടെ സ്ഥാപന കമ്മിറ്റികളിൽ കടന്നുകൂടുക. എത്രത്തോളം വിധികത്തുകാർ എതിർക്കുന്ന സംഗതിയാണ് ജാറം. ആ ജാറ കമ്മിറ്റിയിൽ വരെ കേരളത്തിൽ പലയിടത്തും ഇവർ കടന്നുകൂടിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ കടന്നുകൂടുന്നത്? നമ്മുടെ പള്ളി കമ്മിറ്റിയിലും നമ്മുടെ മദ്രസ കമ്മിറ്റിയിലും നമ്മുടെ കോളേജ് കമ്മിറ്റിയിലും നമ്മുടെ ജാറ കമ്മിറ്റിയിലൊക്കെ എന്തിനാണ് അവർ കടന്നുകൂടുന്നത്? തന്ത്രപരമായിട്ട് എന്താ ഉദ്ദേശം? കസ്ദസ്തിലാഇൻ ഖുദ്അതൻ അലൈഹ ഔ കസിദ ഖുൽഫിൻ ബൈനനാ ഫീ അംരിഹാ. കസ്ദസ്തിലാഇൻ ഖുദ്അതൻ അലൈഹ ഔ കസിദ ഖുൽഫിൻ ബൈനനാ ഫീ അംരിഹാ. അതെന്തിനാന്ന് പറഞ്ഞാൽ തന്ത്രപരമായിട്ട് അതിൽ സ്വാധീനം ചെലുത്താൻ. എങ്ങനെ സ്വാധീനം ചെലുത്തുക? കമ്മിറ്റിയിൽ കടന്നുകൂടി ആദ്യമായിട്ട് പള്ളിയിൽ വന്ന് ഒന്നാമത്തെ സഫിൽ തന്നെ നിസ്കാരം തുടങ്ങി. ഇമാമിൻ്റെ വലതുഭാഗത്ത് തന്നെ നിസ്കാരം തുടങ്ങി. ഔവ്വൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ മറ്റുള്ളവർ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവരുണ്ടാകും. ആളുകൾക്കൊക്കെ നല്ല മടിപ്പായി. പിന്നെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ആ ഫാൻ ഇവിടെ വേണം, ഈ ലൈറ്റ് ഇവിടെ വേണം, നമുക്ക് ഈ പായ മാറ്റണം, കാർപ്പറ്റ് മാറ്റണം, നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. തറവാട്ടിബ് സുന്നത്ത് 22 റക്അത്തേ ഉള്ളൂ, വേണമെങ്കിൽ പേര് 32 റക്അത്ത് നിസ്കരിക്കും. അപ്പം ഭയങ്കര മടിപ്പായി ജനങ്ങൾക്കൊക്കെ. പള്ളി കമ്മിറ്റിയിൽ പിടിച്ചിട്ട്, മദ്രസ കമ്മിറ്റിയിൽ പിടിച്ചിട്ട്, അങ്ങനെ മെല്ലെ 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 1, 2, 2, 3 ഭൂരിപക്ഷമായാൽ സ്ഥാപനം പിടിച്ചടക്കും. അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് ബാഹ്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ കള്ള റെക്കോർഡ് ഉണ്ടാക്കി, കള്ള രജിസ്ട്രേഷൻ നടത്തി സ്ഥാപനം പിടിച്ചെടുക്കും. അങ്ങനെ എത്ര പള്ളി നമ്മുടെ കോഴിക്കോട്ടും ഇടയ്ക്ക് മുഹയ്യിദ്ദീൻ ശൈഖിൻ്റെ പേരുള്ള മൊയ്തീൻ പള്ളി വരെ തട്ടിയെടുത്തില്ലേ? ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ അവരുടെയും അതുപോലെ തന്നെ സയ്യിദ് ഉമർ ഫാറൂഖിൻ്റെയും ഉപ്പയായ സയ്യിദ് ബാപ്പൂനൻ തങ്ങൾ അവരുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള മക്ബറയുള്ള പള്ളി, ജുമാഅത്ത് പള്ളി, നഹാസാഹിബുള്ള കാലത്ത് അവരെ പിടിച്ചുകൊണ്ട് തന്ത്രപരമായിട്ടാണ് മുജാഹിദീങ്ങൾ അവർ തട്ടിയെടുത്തു. കള്ളറിക്കാടുണ്ടാക്കി തട്ടിയെടുത്ത് കണ്ണുനീർ തുടച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളടക്കമുള്ള ആളുകൾ അവിടെ പരമ്പരാഗതമായ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇങ്ങേപ്പുറത്തൊരു കൊച്ചുപള്ളി വേറെ ഉണ്ടാക്കേണ്ടി വന്നു. ഇങ്ങനെ തന്ത്രപരമായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ ആദ്യമായി സമിതിയിൽ കടന്നുകൂടും. ഒരു മുജാഹിദല്ലേ, ഒരു ജമാഅത്തല്ലേ നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയ സ്ഥാപനത്തിൽ അവർക്ക് ഭരണം കൊടുക്കാൻ പാടില്ല.
സുന്നികളുടെ സ്ഥാപനത്തിൽ അസുന്നികൾ എന്തിന് ഭരണം നടത്തണം? അങ്ങനെ കടന്നുകൂടി കള്ളറിക്കാർഡ് ഉണ്ടാക്കി അവരുടെ പേരിൽ ആക്കി സ്ഥാപനം തട്ടിയെടുക്കുന്നു. അല്ലെങ്കിൽ അവർ കടന്നുകൂടി ഭൂരിപക്ഷമുണ്ടാക്കി സ്ഥാപനം അവരുടേതാക്കി മാറ്റുന്നു. അല്ലെങ്കിൽ ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ അതിനും കഴിഞ്ഞിട്ട് നമ്മുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി 2 ചേരിയാക്കിയിട്ടിരിക്കുക. കമ്മിറ്റി 2 ചേരിയായി, അപ്പോൾ തന്നെ മഹല് 2 ഏരിയായി. അങ്ങനെ നമ്മുടെ സുന്നികളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി അതിൻ്റെ ഇടയിൽ കൂടി അവിടെ മുതലെടുപ്പ് നടത്താം. ഇങ്ങനെയുള്ള ദുരുദ്ദേശത്തോടുകൂടി ഭരണസമിതികളിൽ കടന്നുകൂടുക എന്നതാണ് 6ാമത്തെ തന്ത്രം. 7ാമത്തെ കുതന്ത്രം, അവിടെയാണ് നമ്മുടെ വിഷയം കിടക്കുന്നത്. സാബിയളുഹ ബീനായത്തുൽ മാസാജിദി ജരുബല്ലി അഹ്ലിൽ ജഹ്ലി വൽ ബാദാവട്ടി. സാബിയളുഹ ബീനായത്തുൽ മാസാജിദി ജരുബല്ലി അഹ്ലിൽ ജഹ്ലി വൽ ബാദാവട്ടി. പ്രധാന കേന്ദ്രങ്ങളിൽ നല്ല പോക്കറ്റ് നോക്കിയിട്ട് പള്ളി ഉണ്ടാക്കുക. പള്ളിക്ക് ചിലപ്പോൾ ഒരാവശ്യമില്ലാത്തയിടത്തും പള്ളി ഉണ്ടാക്കും. അപ്പുറത്ത് സ്വന്തം അവിടെ പള്ളി വേറെ ഉണ്ടാകും, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ടാക്കും. അങ്ങാടികളിൽ അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ ശരിയായിട്ട് സുന്നത്തിമായത്തിൻ്റെ സ്പിരിറ്റ് ഇല്ലാത്ത വിവരം കെട്ട ആളുകൾ കൂടുതലുള്ള ഏരിയയിൽ നോക്കിയിട്ട് പള്ളി ഉണ്ടാക്കും. സൗകര്യം നോക്കി നമ്മുടെ പാവപ്പെട്ട സുന്നികൾ, കച്ചവടക്കാരോ അതുപോലുള്ള ആളുകളോ സൗകര്യം നോക്കി അടുത്ത വീട്ടുകാരൊക്കെ അവിടെ കയറി നിസ്കരിക്കാൻ തുടങ്ങും. അങ്ങനെ വെള്ളിയാഴ്ച ഒരൊറ്റ വെള്ളിയാഴ്ച കയറി കിട്ടിയാൽ അവർക്ക് അനുഗ്രഹമായി. കാരണം എന്തുകൊണ്ട്? ആ പള്ളിയിൽ വരുന്ന ആളുകൾ കേൾക്കുന്നത് പ്രസംഗമാണ്, മധുരോദാരമായ പ്രസംഗമാണ്, നല്ല ചമൽക്കാരമുള്ള ചാതുര്യമുള്ള പ്രസംഗമാണ്. അതിലവർ ആകൃഷ്ടരാകുന്നു. ശരിയാണ്, എന്തെങ്കിലുമൊക്കെ കേട്ട് പഠിക്കുക ഈ പള്ളിയിൽ വന്നാൽ. അവിടെ പോയാൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിയാത്ത ഭാഷയിലാണ് ഖുതുബ എടുക്കുന്നത്. നല്ല പ്രസംഗം മടിപ്പുളവായി. അങ്ങനെ ജുമയ്ക്ക് വീണ്ടും വരികയായി. വീണ്ടും ജുമയ്ക്ക് വരുമ്പോൾ അവിടെ വിളമ്പിക്കൊടുക്കുന്ന വിഷം അവൻ അറിഞ്ഞോ അറിയാതെയോ കഴിക്കാൻ നിർബന്ധിതനാകുന്നു. അങ്ങനെ അവൻ്റെ വാപ്പ മുശിരിക്കാണ്, വല്യാപ്പ മുശിരിക്കാണ്, കഴിഞ്ഞുപോയ തലമുറകളൊക്കെ മുശിരിക്കുകളാണ്. സുന്നിപ്പള്ളികളിൽ നടക്കുന്നതൊക്കെ ബിദ്അത്താണ്, അനാചാരമാണ്, ദുരാചാരമാണ് എന്ന തെറ്റായ വിശ്വാസവും ധാരണയും അവനിൽ കുത്തിവെക്കുന്നു. അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഏതാനും ജുമയിൽ പങ്കെടുക്കുന്നതോടെയോ അവൻ മുജാഹിദ് അല്ലെങ്കിൽ ജമാഅത്തായി മാറുന്നു. ഇതിനു വേണ്ടിയാണ് തന്ത്രപരമായി പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ പള്ളികൾ ഉണ്ടാക്കുന്നത്. ഈ പള്ളികൾ എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു പള്ളി ഉണ്ടാക്കിയിരുന്നു മുനാഫിക്കുകൾ. മഹാന്മാരായ സഹാബത്തിന് വൃത്തി പോരാ, ഭംഗി പോരാ, അലങ്കാരം പോരാ, പരിഷ്കാരം പോരെന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദിൽ വരുമ്പോൾ വേറെ പള്ളി ഉണ്ടാക്കി. പള്ളിയുടെ ഉദ്ഘാടനത്തിന് ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു. അല്ലാഹ് പറഞ്ഞു പോകാൻ പാടില്ല, ലാ തക്കും ഫീഹി അബദാ, ഒരിക്കലും അവിടെ നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ പാടില്ല. അള്ളാഹിൻ്റെ വിലക്ക് വന്നു. അത് മസ്ജിദുൽ ഇറാർ. മസ്ജിദുൽ ഇറാർ, ഖുർആൻ തന്നെ ഇതിൽ ഇറാറിൻ്റെ പള്ളി എന്നാണ് പറഞ്ഞത്. ഉപദ്രവം ഉണ്ടാക്കുന്ന പള്ളി, മുസ്ലിമുകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പള്ളി, ഛിദ്രത ഉണ്ടാക്കുന്ന പള്ളി എന്നാണ് പറഞ്ഞത്. അങ്ങനെ മുസ്ലിം സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കാൻ, ഭിന്നിപ്പുണ്ടാക്കാൻ, അതിനെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പള്ളികൾ, മുജാഹിദിൻ്റെ പള്ളി, ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളി, ബിദ്അത്തുകാരുടെ പള്ളി, ചേകനൂരികളുടെ പള്ളി, അങ്ങനെയുള്ള പള്ളികൾ. അത് വാസ്തവത്തിൽ അവിടെ എന്താണ് നടക്കുന്നത്? നമുക്ക് ആ പള്ളിയിലേക്ക് ഒന്ന് കടന്നിയെല്ലാം. ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഒരു മുജാഹിദിൻ്റെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അതുപോലെ ബിദ്അത്തുകാരൻ്റെ ഒരു പള്ളിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അതും പള്ളിയാണ്, ഇതും പള്ളിയാണ്, എല്ലാം പള്ളിയാണ്. അവർ ഓടുന്നത് ഖുർആനാണ്, അവർ ഓടുന്നത് അവർ വായിക്കുന്നത് ഹദീസാണ്. പിന്നെ എന്ത് വിഷയമാണ് ഉള്ളത് എന്ന് ചോദിക്കുന്ന പല ആളുകളുമുണ്ട്. അതിനെന്ത് തെറ്റ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഇതിനെന്ത് തെറ്റെന്ന് ചിന്തിക്കണമല്ലോ. അത് ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ് സാധാരണക്കാരുടെ കൂട്ടത്തിൽ. അതിനെന്ത് തെറ്റെന്ന് ചോദിക്കും. ഇതിനെന്ത് തെറ്റ്? ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടല്ലേ അത് ശരിയോ തെറ്റെന്ന് പരിശോധിക്കാൻ പോവൽ. അതിന് പല ആളുകളും മുതിരുകയില്ല. അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പള്ളി, മുജാഹിദിൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു, സുന്നിയുടെ പള്ളിയിൽ നിന്നും ബാങ്ക് കേൾക്കുന്നു. കൂടുതൽ സൗകര്യം തൊട്ടടുത്തുള്ളത് മുജാഹിദിൻ്റെ പള്ളിയാണ്. അങ്ങോട്ട് കയറണോ അല്ല അസൗകര്യമുള്ള സുന്നിയുടെ പള്ളിയിലേക്ക് പോകണോ തീരുമാനിക്കേണ്ടതുണ്ട്. മുജാഹിദിൻ്റെ പള്ളിയിൽ പോയാൽ മലയാളത്തിൽ വല്ലതും കേട്ട് പഠിക്കാം. സുന്നിയുടെ പള്ളിയിൽ എന്താ മിമ്പറിൽ നിന്ന് അങ്ങനെ മലയാളം കേൾക്കാൻ സാധിക്കുന്നില്ല. ഏത് പള്ളിയിലേക്ക് പോകണമെന്ന് നമ്മൾ തീരുമാനിക്കണം. എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്? ഇങ്ങനെ ഭിന്നിപ്പുകളും ഛിദ്രതകളും ഉണ്ടാകും ഈ സമുദായത്തിൽ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം മനുഷ്യ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, തിരുസുന്നത്തും പറഞ്ഞിട്ടുണ്ട്. അതെന്താ കാരണം? ദുന്യാവ് എന്ന് പറയുന്നത് ദാറുൽ ബലാ,
മനുഷ്യരെ അല്ല പടച്ചിട്ടുള്ളത് പരീക്ഷണത്തിന് വേണ്ടി പരീക്ഷണത്തിൻ്റെ വീട്ടിൽ പടച്ചിരിക്കുകയാണ്. ആകാശലോകത്ത് കോടാനുകോടി മലക്കുകളുണ്ട്, ഒരു ഭിന്നിപ്പുമില്ല, ഛിദ്രതയില്ല, അനൈക്യമില്ല, എല്ലാവരും ഒരൊറ്റ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ്. അവരെ അല്ല അങ്ങനെയാണ് പഠിച്ചത്. ഭൂമിയിലെ മനുഷ്യന്മാരെ അള്ളാഹുത്തല അങ്ങനെയല്ല പഠിച്ചത്. അവർക്ക് വേണ്ടി സ്വർഗം പഠിച്ചു, അവർക്ക് വേണ്ടി നരകം പഠിച്ചു. അവർക്ക് അനുസരിക്കാനും അനുസരിക്കാതിരിക്കുവാനും, അവർക്ക് വിശ്വസിക്കുവാനും വിശ്വസിക്കാതിരിക്കുവാനും, അംഗീകരിക്കുവാനും ധിക്കരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമല്ല കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ദാറുൽ ബലാ ആണ് ഭൂമി എന്ന് പറയുന്നത്, പരീക്ഷണത്തിൻ്റെ വീടാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ലൗ ശാ റബ്ബുക ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദ, അങ്ങോരുടെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മഹാനായ പ്രവാചകരെ ജനങ്ങളെ മുഴുവൻ ഒറ്റ സമുദായമാക്കിയനെ. ആകാശത്താക്കിയതുപോലെ ഭൂമിയിലും അല്ലാഹു തആല ഒറ്റ സമുദായമാക്കിയനെ. വലാകിൻ യുളില്ലു മൻ യശാ വയഹ്ദി മൻ യശാ, പക്ഷേ അല്ലാഹു തആല ഉദ്ദേശിച്ചവരെ അവൻ സന്മാർഗത്തിലാക്കുന്നു, അല്ലാഹു ഉദ്ദേശിച്ചവരെ അവൻ വഴിതെറ്റിക്കുന്നു. വല തുസ്അലുന്ന അമ്മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ നീതിന്യായ കോടതിയിൽ വെച്ച് നിങ്ങൾ ചോദിക്കപ്പെടും. സൂറത്തുൻ നഹ്ലിൽ അള്ളാഹുത്തല 93-ാമത്തെ ആയത്തിൽ അള്ളാഹുത്തല പറഞ്ഞു. ഇതേ ആശയം തന്നെ മറ്റൊരു വിധത്തിൽ വേറൊരു ആയത്തിൽ കാണാം. വലൗ ശാ റബ്ബുക ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദ, അള്ളാഹു വേണ്ടിച്ചിരുന്നെങ്കിൽ ജനങ്ങൾ പോലും ഒറ്റ സമുദായമായി ആക്കിയനെ. വലൗ ശാ റബ്ബുക ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദ വലാ യസാലൂന മുഖ്തലിഫീൻ, പക്ഷേ അങ്ങനെ അള്ളാഹു വേണ്ടുക വെച്ചിട്ടില്ല. ഭൂമിയിൽ അല്ലാഹു തആല എല്ലാവരെയും മുസ്ലിമീങ്ങളാക്കിയാൽ, എല്ലാവരെയും സുന്നികളാക്കിയാൽ, എല്ലാവരെയും മുത്തഖീങ്ങളാക്കിയാൽ, എല്ലാവരെയും സത്കർമ്മികളാക്കിയാൽ പിന്നെ നരകം പഠിച്ചത് വെറുതെയാകും. അല്ലാഹു തആല നടത്തുന്ന പരീക്ഷയ്ക്ക് വില ഉണ്ടാവില്ല, തോറ്റവരാരും ഇല്ലെങ്കിൽ. അപ്പം അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ ശാ റബ്ബുക ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദ, അല്ല വേണ്ടി വെച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും മറ്റു സമുദായമാക്കിയേനെ. പക്ഷേ അങ്ങനെ അത് വേണ്ടി വെച്ചിട്ടില്ല. വലാ യസാലൂന മുഖ്തലിഫീൻ, ജനങ്ങൾ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലാമർ റഹിമ റബ്ബുക്ക, അങ്ങോരുടെ രക്ഷിതാവിൻ്റെ പ്രത്യേക കൃപാകടാക്ഷം ലഭിച്ചവരൊഴിച്ച് ബാക്കിയുള്ളവർ അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലാമർ റഹിമ റബ്ബുക്ക വലിദാലിക ഖലഖഹും, അതിന് തന്നെയാണ് അവിടെ പഠിച്ചത്. അറിയാം, അതിനു വേണ്ടി തന്നെയാണ് അവരെ പഠിച്ചുള്ളത്, ഭിന്നിക്കാൻ വേണ്ടി തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. വലിദാലിക ഖലഖഹും വതമ്മത്ത് കലിമത്തു റബ്ബിക ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, ജിന്നുകളാലും മനുഷ്യന്മാരാലും നരകത്തെ നിറയ്ക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം പരിപൂർണമായി പോയി. അതുകൊണ്ട് ഭിന്നിപ്പുണ്ടാകും, പല മതങ്ങളുണ്ടാകും, ഒരു മതത്തിൽ തന്നെ പല ഗ്രൂപ്പുകളും വിഭാഗങ്ങളും ഉണ്ടാകും. അതെന്തിനാണ്? അത് മനുഷ്യൻ ചിന്തിച്ച് ബുദ്ധി ഉപയോഗിച്ച് സത്യവും അസത്യവും മനസ്സിലാക്കി സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ, അങ്ങനെ അധ്വാനിക്കുന്നതിന് വേണ്ടി, ബുദ്ധിപരമായ വ്യാപാരവും ശ്രമവും നടത്തുന്നതിന് വേണ്ടിയാണ്. മറ്റുള്ളവരുടെ ചതിയിലും വഞ്ചനയിലും കുടുങ്ങാതെ നേരായ വഴിയിൽ സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കണം. അതിനു വേണ്ടിയാണ് സ്വർഗം കൊടുക്കുന്നത്, അതിനുവേണ്ടിയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഭിന്നിപ്പുണ്ടാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ മുസ്ലിം സമുദായത്തോട് പ്രത്യേകിച്ച് ഇക്കാര്യം വസിയത്ത് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, സ്വല്ലബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത്ത യൗമിൻ, ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെയുമായിട്ട് നിസ്കാരം നിർവഹിച്ചു, ജമാഅത്തായിട്ട് നിസ്കാരം നിർവഹിച്ചു. സുമ്മ അക്ബല അലൈന ബി വജ്ഹിഹി, പിന്നീട് നബി തങ്ങൾ അഭിമുഖമായി എഴുന്നേറ്റ് നിന്നു. ഫവഅലന മൗഇദത്തൻ ബലീഗ, ഘനഗംഭീരമായ ഒരു വഅദ് നബി തങ്ങൾ നടത്തി, പ്രസംഗം നടത്തി. ദറഫത്ത് മിൻഹൽ യുന, പ്രസംഗം കേട്ട് കണ്ണുകളൊക്കെ ഒഴുകിപ്പോയി. വബജിലത്ത് മിൻഹൽ ഖുലൂബ്, ആ പ്രസംഗം കേട്ടുകൊണ്ട് ഹൃദയങ്ങളിലൊക്കെ കിടിലം കൊണ്ടുപോയി. അങ്ങനെയുള്ള ഘനഗംഭീരമായ ഒരു പ്രഭാഷണം നബി തങ്ങൾ നടത്തി. അപ്പോൾ ഫഖാല റജുലുൻ, ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കഅന്ന ഹാദിഹി മൗഇദത്തു മുവദ്ദിഇ യാ റസൂലല്ലാഹ് ഫഔസിനാ, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, സമുദായത്തോട് വിട ചൊല്ലിപ്പോകുന്ന ഒരാളുടെ വയല് പോലെ ഉണ്ടല്ലോ ഈ വയല്, അതുകൊണ്ട് ഞങ്ങൾക്ക് അന്തിമോപദേശം നൽകണം, വസിയത്ത് നൽകണം. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഊസിക്കും ബി തഖ്വല്ലാഹ്, ഞാൻ നിങ്ങൾക്ക് അന്തിമോപദേശം നൽകുന്നു, വസിയത്ത് ചെയ്യുന്നു ബി തഖ്വല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണമെന്ന്, വസമ്മി വത്താഅ, പണ്ഡിത നേതാക്കന്മാരെ നിങ്ങൾ കേട്ട് അനുസരിക്കണമെന്നും നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു. വൈങ്കാന അബ്ദൻ ഹബ്സിയ, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിത നേതാവ് നീഗ്രോ അടിമയാണെങ്കിലും ശരി, അയാളുടെ കുടുംബം വളരെ മോശപ്പെട്ട നീചമായ കുടുംബമാണെങ്കിലും ശരി, നീഗ്രോ അടിമയാണെങ്കിലും അവരെ നിങ്ങൾ കേട്ടി അനുസരിച്ച് കൊള്ളണം. എന്തുകൊണ്ട് ഞാനിങ്ങനെ വസിയത്ത് ചെയ്യാനുള്ള കാരണം,
ഫൈന്നഹു മൻ യഅ്ശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറാ. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ജീവിക്കാൻ ഇടവന്നാൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവൻ കാണാനിടവരും. കാലം മുമ്പോട്ട് ഗമിക്കുന്തോറും നാളുകളോട് യാത്ര പറഞ്ഞ് വർഷങ്ങളോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ വന്നാലോ, അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ എന്തു ചെയ്യണം? അവിടെ നിങ്ങൾ നല്ലപോലെ ചിന്തിക്കണം. മുസ്ലിം സമുദായത്തോട് മഹാനായ റസൂലുള്ളാഹി കാരുണ്യത്തിൻ്റെ കേദാരമായ തിരുനബിതങ്ങൾ. അപ്പം നിങ്ങൾ ഖുർആൻ മറിക്കണം, നിങ്ങൾ ഹദീസ് മറിക്കണം, ഗ്രന്ഥങ്ങൾ മറിക്കണം, എന്നിട്ട് ഗവേഷണം ചെയ്യണം, പഠനം നടത്തണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മളൊക്കെ സങ്കടത്തിലായിപ്പോയേനെ. നബിതങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഖുർആൻ ഒരാൾ ഓടിയാൽ അത് ഖുർആൻ തന്നെയാണോ എന്ന് എല്ലാ മുസ്ലിമിനും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല തക്ലീഫ് നൽകിയ വിധിവിലക്കുകൾക്ക് ബാധകമാക്കിയ മുസ്ലിമുകളുടെ കൂട്ടത്തിൽ പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, വൃദ്ധന്മാരുണ്ട്, യുവാക്കളുണ്ട്, ബുദ്ധി രാക്ഷസന്മാരുണ്ട്, ബുദ്ധി കുറഞ്ഞവരുണ്ട്. എല്ലാവർക്കും ഈ ഈമാനും ഇസ്ലാമും ബാധകമാണല്ലോ. അവരോടൊക്കെ നിങ്ങൾ ഖുർആൻ എടുത്ത് പരതണമെന്നും ഹദീസ് എടുത്ത് പരതണമെന്നും പറഞ്ഞാൽ ബുദ്ധിമുട്ടായി പോകും. അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരാൾ ഖുർആനാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഖുർആൻ തന്നെയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? എല്ലാവർക്കും ഖുർആൻ ആദ്യന്തം ബൈഹാർട്ടുണ്ടാകുമോ? ബൈഹാർട്ടുള്ള ആളുകൾക്ക് തന്നെ ആദ്യന്തം വേണ്ടതുപോലെ ഓരോ അക്ഷരവും അങ്ങനെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് മോഡേൺ ഏജ് സൊസൈറ്റിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ചേകന്നൂർ മൗലവി ഖുർആൻ ഓടി. എന്താ ഓടിയത്? ഖുർആനിൽ അദ്ദേഹത്തെ സർവ്വമത സത്യവാദം തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ഖുർആനിൽ ഒരു തട്ടിപ്പ് നടത്തി. ഒരൊറ്റ അക്ഷരം അങ്ങോട്ട് മാറ്റി. വമൻ യഅമൽ മിനസ്സാലിഹാത്തി മിൻ ദക്കരിൻ വഉൻസാ വഹുവ മുഅ്മിനുൻ. സത്യവിശ്വാസിയായിക്കൊണ്ടിരിക്കെ ആരെങ്കിലും സൽക്കർമ്മം ചെയ്താൽ അവന് സ്വർഗമുണ്ട് എന്ന് പറയുന്ന ആയത്ത് ഓടിയിട്ട് അവിടെ വഹുവ മൂമിൻ എന്നുള്ളിടത്ത് വാവ് മാറ്റി ഒരു ഫഹുവ മൂമിനുന്നാക്കി. ആര് സൽക്കർമ്മം ചെയ്താലും, ആണാവട്ടെ പെണ്ണാകട്ടെ, ആര് സൽക്കർമ്മം ചെയ്താലും ഫഹുവ മൂമിൻ, അവരൊക്കെ സത്യവിശ്വാസിയാണ്. അപ്പോൾ എല്ലാം അതും ശരിയെന്ന് വന്നു അല്ലേ? സൽക്കർമ്മം ചെയ്താൽ മതി. അപ്പോൾ ഫഹുവ മൂമിൻ വാവ് മാറ്റി സദസ്സിൽ നിന്ന് ഒരാൾ ഖുർആൻ അറിയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് ഖുർആൻ ഓടിയ ശരിയല്ല. ശേഖനൊരു വഷളായി ഒരാൾ ഖുർആൻ അറിയുന്ന ആളുണ്ടായിരുന്നു. അയാൾ എന്നിട്ട് പറഞ്ഞ് അവിടെ ഫഹുവ മൂമിൻ എന്നല്ല വഹുവ മൂമിൻ എന്നാന്ന് പറഞ്ഞു. ഇതെല്ലാവർക്കും കഴിയോ? നമുക്കെല്ലാവർക്കും കഴിയോ? ഇല്ല. ഇനി അങ്ങനെയാണെന്ന് വെക്കുക, ഓടിയത് ഖുർആനാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ അയാൾ ഒരർത്ഥം പറഞ്ഞു, ഖുർആനിന് ഒരു മൗലവി ഒരു അർത്ഥം പറഞ്ഞു. ആ അർത്ഥം ശരിയാണെന്ന് എല്ലാവർക്കും പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കുകയില്ല. ഒരു ഹദീസ് ഓടി, ഹദീസ് അംഗീകൃതമാണോ അനംഗീകൃതമായ ഹദീസാണോ വ്യാജ ഹദീസാണോ പറയാൻ കഴിയില്ല. എല്ലാവർക്കും പറയാൻ കഴിയില്ല. എല്ലാ മുസ്ലിമിനും എല്ലാ ആണിനും പെണ്ണിനും പറയാൻ കഴിയില്ല. ഇനി അതെങ്കിൽ പറഞ്ഞാൽ കഴിയാൻ തന്നെ ശരിയായ സുബദ്ധമായ ഹദീസാണ് ഓടിയിരുന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ തന്നെയും ഹദീസിന് പറഞ്ഞ അർത്ഥവും ആശയവും ശരിയാണോ പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ മാർഗം എന്താണ്? അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകുമ്പോൾ ധാരാളം അഭിപ്രായാന്തരം സമുദായത്തിലുണ്ടാകും. പല ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും വരും. നിങ്ങൾ നടന്നു പോകുന്ന രാജപാതയിൽ നിന്ന് നിങ്ങൾ വഴിതെറ്റിക്കാൻ പല പാർട്ടിക്കാരും വരും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കൂ, കാരുണ്യത്തിൻ്റെ കേദാരമായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴി നമുക്ക് പറഞ്ഞു തന്നു. പണ്ഡിതനും പാമരനും ആണിനും പെണ്ണിനും ചെറിയവനും വലിയവനും ബുദ്ധിയുള്ളവനും അല്ലാത്തവർക്കും എല്ലാവർക്കും സ്വീകരിക്കാവുന്ന എളുപ്പമുള്ള ഒരു മാർഗം നബി തങ്ങൾ പറഞ്ഞു തന്നു. അതെന്താണ്? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻകം മഹ്ദിയീൻ. എൻ്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കുക. എൻ്റെ ശേഷം വരുന്ന മാർഗദർശിതരും മാർഗദർശകരുമായ ഖുലഫാഉർ റാഷിദീൻ അവരുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കുക. ശരി, നബിതങ്ങളുടെ കാലത്ത് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം ഉണ്ടായിരുന്നത്? നബിതങ്ങളുടെ കാലത്ത് എങ്ങനെയാണ് നിസ്കാരം ഉണ്ടായിരുന്നത്? നബിതങ്ങളുടെ കാലത്ത് എങ്ങനെയാണ് ഖുത്ബയുണ്ടായിരുന്നത്? നബിതങ്ങളുടെ കാലത്ത് എന്തൊക്കെ ആചാരങ്ങളുണ്ടായിരുന്നു? ആ ആചാരം സഹാബത്ത് ഒപ്പിയെടുത്തു. സഹാബത്ത് അടുത്ത തലമുറക്ക് താബീങ്ങൾക്ക് പകർന്നു കൊടുത്തു. താബീങ്ങൾ തബൈത്താബീങ്ങൾക്ക് പകർന്നു കൊടുത്തു. ആ രാജപേത അനുശ്രാവികമായി അങ്ങനെ പരമ്പരാഗതമായി തുറന്നു വരികയാണ്. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, തമസ്സകൂ ബിഹാ. ഈ ചര്യ രാജപാത നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തമായിട്ട് നിങ്ങൾ കൈപ്പറ്റണം. എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പോരാ, നിങ്ങളങ്ങനെ കൈപ്പറ്റിയാൽ മാത്രം പോരാ.
തട്ടിപ്പറിക്കാൻ പല ആളുകളും വരും. സപ്തകുതന്ത്രങ്ങൾ എന്ന് പറഞ്ഞില്ലേ, പല തന്ത്രങ്ങളുമായിട്ട് ബിദഅത്തിൻ്റെ പാർട്ടിക്കാർ വരും. അതുകൊണ്ട് വഅല്ലു അലിഹ ബിൻ നവാജിദി, നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. നബി തങ്ങൾ പറയുന്നു, വഅല്ലു അലിഹ ബിൻ നവാജിദി, നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. വയ്യാക്കും മുഹ്ദസാറ്റിൽ ഉമൂർ, ദീനിൽ പുതിയ കാര്യങ്ങൾ വന്നാൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഫൈനക്കുല്ല മുഹദ്ദസത്തിൻ ബിദ്അ, പുതിയ ആചാരങ്ങളും പുതിയ അനുഷ്ഠാനങ്ങളും അതുപോലെ പുതിയ വിശ്വാസങ്ങളും ബിദ്അത്താണ്. ഉകുല്ലു ബിദ്അത്തിൻ ലലാല, എല്ലാ ബിദ്അത്തും ലലാലത്താണ്, എല്ലാ ലലാലത്തും നരകത്തിലാണെന്ന് വേറെ റിവായത്തിലും വന്നിട്ടുണ്ട്. ഇവിടെ ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്ന ഹദീസ്, ഇബ്നു മാജ റിവായത്ത് ചെയ്യുന്ന ഹദീസ്, പ്രസിദ്ധമായ ഹദീസ്. ഇനി നിങ്ങൾ നോക്കൂ, ഇതേ ആശയം ചെറിയ ഹദീസിൻ്റെ തുണ്ടുകൂടി ഞങ്ങൾ കേൾപ്പിക്കാം. മഹാനായ അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല മഹാനവറുകൾ പറയുകയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, വൈന ബനി ഇസ്രായീല തഫറഖത്ത് അലാ സിൻതൈനി വസബഈന മില്ല. ബനു ഇസ്രായേൽ ജൂത ക്രൈസ്തവർ, ബനു ഇസ്രായേൽ അവർ 72 പാർട്ടിയായി ഭിന്നിച്ചു. എൻ്റെ സമുദായം 73 വിഭാഗമാകും, 73 പ്രസ്ഥാനക്കാരാകും. എൻ്റെ സമുദായം 73 പ്രസ്ഥാനക്കാരാകും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരു പ്രസ്ഥാനം ഒടിച്ച് ബാക്കിയുള്ള പ്രസ്ഥാനം എല്ലാം നരകത്തിലായിരിക്കും. കാലു മൻഹിയ യാ റസൂലല്ലാ, ആ ഒരു പ്രസ്ഥാനം ഏതാണ് നബിയെ? നബി തങ്ങൾ പറഞ്ഞു, മാ അന അലൈഹി വാ സുഹാബി, ഞാനും എൻ്റെ സഹാബിമാരും ഏതൊന്നിന്മേൽ നിലക്കൊണ്ടോ ആ രാജപാത. ഒരു പ്രശ്നമില്ലപ്പോൾ, ഒരു പ്രശ്നമില്ല. മുജാഹിദിൻ്റെ പള്ളിയിലോ കയറേണ്ടത്, സുന്നിൻ്റെ പള്ളിയിലോ കയറേണ്ടത്, വിവേകമെറ്റിയ 7 വയസ്സുള്ളൊരു കുട്ടിയോട് ചോദിച്ചാൽ ഓൻ പറഞ്ഞു തരും. ഏതാണ് റസൂലുള്ളാഹിയുടെ റൂട്ട്, ഏതാണ് സഹാബത്തിൻ്റെ റൂട്ട്, രാജപാത ഏതാണെന്ന് അവന് പറയാൻ സാധിക്കും. ആ രീതിയിൽ വ്യക്തമാണ്, സ്പഷ്ടമാണ് ഈ കാര്യം. പ്രായപൂർത്തിയായ എല്ലാവർക്കും തെക്ലീഫുണ്ട്, എല്ലാവർക്കും നിർബന്ധമാണ് ഇസ്ലാമിക കാര്യങ്ങൾ. അത് വലിയ സങ്കീർണമായിട്ട് വലിയ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം ചെയ്യേണ്ട, പഠനം നടത്തേണ്ട, ഖിയാമത്ത് നാൾ വരെ സംവാദം നടത്തിയാൻ തീരാത്ത വിവാദ പ്രശ്നമാണെന്ന് തോന്നിപ്പോകും മുജാഹിദിൻ്റെയും ജമാഅത്തിൻ്റെയൊക്കെ ഈ സംസാരങ്ങൾ കേട്ടാൽ. അങ്ങനെയല്ല, ലളിതസുന്ദരമാണ്, ലളിതസുന്ദരമാണ് ഇസ്ലാം. ഇസ്ലാമിലെ വിശ്വാസകാര്യങ്ങൾ, ഈമാൻ കാര്യം 6, ഇസ്ലാം കാര്യം 5, ലളിതസുന്ദരങ്ങളാണ്. നിങ്ങൾ നോക്കൂ, നമുക്കൊന്ന് അളക്കാം. ഇവിടെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി ഫാലിക്കും ബി സുന്നത്തി സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയ്യിൻ, എൻ്റെ ശേഷം വരാൻ പോകുന്ന ഖുലഫാഉർ റാഷിദീങ്ങളുടെ റൂട്ടും എൻ്റെ റൂട്ടും. അത് തന്നെ നബികൾ ഒന്നുകൂടി പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബിമാരും നിൽക്കുന്ന റൂട്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. വെള്ളിയാഴ്ച ഒരു ദിവസം നമുക്ക്, വെള്ളിയാഴ്ചയുള്ള പ്രധാനപ്പെട്ട സംഗതി വെള്ളിയാഴ്ച ജുമാ എന്ന് പറയാം. ജുമാ എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അതൊരു വിഷയമല്ല. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്, അവർക്ക് തിരിഞ്ഞിട്ടില്ല, എന്താ വെള്ളിയാഴ്ച എന്നും അറിയില്ല, എന്താണ് ജുമാ എന്നൊരു ജാത്തപ്പൻ എന്ത് മനുഷ്യറാന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ന മാതിരി മനസാക്ഷിക്കുത്ത് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന തന്നെ ബാങ്ക് കൊടുത്ത് മിമ്പറിൽ ഇമാമ് കയറിയതിന് ശേഷം ഒന്ന് പള്ളിയിൽ വന്ന് തലകുത്തി മറിഞ്ഞ് ഇമാം സലാം വിട്ട് ഡും വരട്ടെ പോക്കും വരാണ്ട് പോകും. നിസ്കാരം 2 റക്അത്ത് അള്ളാഹിനെ മുമ്പിൽ ഇട്ട് കൊടുത്ത് ഇനി അവിടെ ഇരുന്ന് ദിക്ർ ചെയ്ത് അള്ളാഹിനെ പ്രകീർത്തിച്ച് പടച്ചവനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ദ്വാരക്കണമല്ലോ. പടച്ചവനെ ഒരുപാട് ന്യൂനതകൾ, നിസ്കാരമാണ് എൻ്റെ നിസ്കാരം, നീ സ്വീകരിക്കണമെന്ന് ദ്വാരന്നിട്ട് വേണം പോകാൻ. അതിനൊന്നും ഒഴിവില്ല, വേണമെങ്കിൽ പിടിച്ചോ എന്ന് പറയും പടച്ചവനോട്. ഇതിനെ പോയി ഉണ്ടായിട്ട് ചെയ്തില്ല, 2 റക്അത്ത് വേണമെങ്കിൽ പിടിച്ചോ എന്ന് പറയും, 3 ഒറ്റ പോക്കാണ്ട് പോകും. അങ്ങനത്തെ ചില ആൾക്കാരെ കാണാം. അവർക്ക് ചാത്തപ്പൻ എന്ത് മൈസറ, എൻ്റെ പള്ളി, എൻ്റെ ജുമാ. വെറുതെ അങ്ങാടിയിലിരുന്ന അന്യ സമുദായക്കാർ ചോദിക്കും, എന്താ അപ്പോൾ നിങ്ങൾ പള്ളിക്ക് പോകണില്ല ചോദിക്കും. പള്ളിയിലിരുന്ന പെണ്ണുങ്ങൾ ചോദിക്കും, എന്താണ് നിങ്ങൾ പള്ളിക്ക് പോകണില്ല. ഈ മനസാക്ഷിക്കുത്ത് തീർക്കാൻ വേണ്ടി ഇവിടെ പള്ളിയിൽ വന്നിരിക്കും. പള്ളിയിലേക്ക് വരിക, എപ്പോഴാണ് വരുന്നത്? ഖത്തീബ് മിമ്പറുമ്മ കയറിയിട്ട് പോണത് എപ്പോഴാണ്? ഇടത്തോട്ട് സ്ഥലം പറ്റും, വലത്തോട്ട് ഇമാം സ്ഥലം പറ്റുമ്പോഴേക്കും ഒരു സ്ഥലം പിടിച്ചു. ആർക്കാ കാര്യമുള്ളത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വെള്ളിയാഴ്ച ദിവസം ഖൈറു യൗമിൻ തലഅത്ത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ദിവസം, പകലുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ പകൽ വെള്ളിയാഴ്ച. അന്നാണ് അത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി നമ്മുടെ ഉപ്പായുടെ ജന്മദിനമാണ്. ജന്മദിനം അമ്പിയാക്കന്മാർക്ക് ജന്മദിനമുള്ളൂ, ബർത്ത്ഡേ ഉള്ളൂ. നമുക്കാർക്കും ബർത്ത്ഡേ ഇല്ല. ആദം നബി അലൈഹി സ്വലാമിൻ്റെ ബർത്ത്ഡേ ആണ് വെള്ളിയാഴ്ച ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആ ദിവസത്തിലാണ് ആദം നബി ജനിച്ചത്, ആദം നബി പടക്കപ്പെട്ടത്, ആദം നബി വഫാത്തായത് അന്നാണ്. അന്ന് ഭൂമിയിലേക്ക് സ്വർഗ്ഗലോകത്തിന് ഇറങ്ങിയത് വെള്ളിയാഴ്ച ദിവസമാണ്. ആ ദിവസം
ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ആ ദിവസത്തിൽ ഒരു സായത്തുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയത്ത് അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും ഉടനെ അള്ളാഹ് ഉത്തരം ചെയ്യും. ഏതാണ് സായത്ത്? അത് സമയം പറഞ്ഞു കൊടുത്തിട്ടില്ല, പറഞ്ഞു തന്നിട്ടില്ല. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഓർത്തു നോക്കണം. ആരാധന മനുഷ്യനെ അള്ളാഹ് പഠിച്ചത് ഇബാദത്തിന് വേണ്ടി. മനുഷ്യനെ അള്ളാഹ് പഠിച്ചത് ഇബാദത്തിന് വേണ്ടിയാണ്. ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് നിസ്കാരം. നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അതേതാ? അൽ മക്തൂബാത്തുൽ ഖംസി, 5 വഖ്ത് നിർബന്ധ നിസ്കാരം. 5 വഖ്ത് നിർബന്ധ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരം. ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ജുമുഅ നിസ്കാരം. അപ്പോൾ ആരാധനകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന എന്ന് ചോദിച്ചാൽ ജുമുഅ നിസ്കാരം. ഒരു ജുമുഅ മറ്റൊരു ജുമുഅയുള്ള ദോഷങ്ങൾ പൊറുപ്പിക്കുന്നു. ഒരു ജുമുഅ മറ്റൊരു ജുമുഅ വരെയുള്ള എല്ലാ ദോഷങ്ങളെയും പൊറുപ്പിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി പറഞ്ഞു. അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് ജുമുഅ എന്ന് പറയുന്നത്. ജുമുഅയ്ക്ക് വരുന്നവരെ എന്ത് ചെയ്യുന്നാൽ എഴുതാൻ വേണ്ടി മലക്കുകളെ അള്ളാഹ് നിയോഗിക്കുന്നു. നിയുക്ത മലക്കുകൾ, റൈറ്റർമാർ വന്ന് എഴുതുകയായി. അവിടെ പ്രത്യേക ക്യാമറ വെച്ചുകൊണ്ട് അവർ വരുന്ന സന്ദർശകരെ മലക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, അവരെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ജുമുഅയ്ക്ക് വരുന്നവരെ വഇദാ ഖറജൽ ഇമാം തവൗ സുഹുഫുഹും. ഇമാമ് ഖുതുബ ഓതാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ, ഇമാമ് ഖുതുബയ്ക്ക് വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ മലക്കുകളുടെ അവിടെ റിക്കാർഡ് പൂട്ടി. ഇനി വരുന്നോ ഈ വന്നോ പോയോ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. എൻ്റെ പേര് റിക്കാർഡിലുണ്ടാവില്ല. അള്ളാൻ്റെ റിക്കാർഡ് ഈ ജുമുഅയ്ക്ക് വന്നിട്ടില്ല. ഇമാം മെമ്പറിൽ കയറിയതിൻ്റെ ശേഷമാണ് നീ ജുമുഅയ്ക്ക് വരുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ റിക്കാർഡിൽ നീയില്ല. അള്ളാഹുവിൻ്റെ സംശുദ്ധരായ വിശുദ്ധരായ പരിശുദ്ധരായ അള്ളാഹുവിൻ്റെ മലായിക്കത്തുൽ കിറാം നിയുക്തരായ മലക്കുകളുടെ റിക്കാർഡിൽ നിൻ്റെ പേരില്ല. ഇത് വന്നോ പോയോ ഒരു പ്രശ്നപ്പെടില്ല. അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജുമുഅ. അത് ഏതെങ്കിലും മുജാഹിദിൻ്റെ ജമാഅത്തിൻ്റെ ചേകനൂരിയുടെ പള്ളിയിൽ കയറിക്കൊണ്ട് നമ്മുടെ ജുമുഅ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഒരു ജുമുഅ എന്ന് പറയുന്നത്. ഒരാഴ്ചത്തെ ദോഷങ്ങൾ മുഴുവനും പുറത്തു തരുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് ജുമുഅ എന്ന് പറയുന്നത്. ആ ജുമുഅ സഹീഹാണെന്നും അല്ലാഹ് അംഗീകരിച്ചിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തണം. അതിന് നമുക്ക് നോക്കാം. പള്ളിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയാണ് നമ്മളിപ്പോൾ. മുജാഹിദിൻ്റെ പള്ളിയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നാൽ ഒരൊറ്റ ജുമുഅയിൽ പങ്കെടുക്കുന്നതോടുകൂടി തന്നെ ബോധ്യപ്പെട്ടു, ഈ ജുമുഅ നമ്മുടെ രാജപാതയിലുള്ള ജുമുഅയല്ല, ഇസ്ലാമിൻ്റെ റൂട്ടിലുള്ള ജുമുഅയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ജുമുഅയല്ല, സഹാബത്തിൻ്റെ ജുമുഅയല്ല, നബിതങ്ങളെയും സഹാബത്തിനെയും തള്ളിയ ജുമുഅയാണ് എന്നുള്ളത് ഒരൊറ്റ ജുമുഅയ്ക്ക് മുജാഹിദിൻ്റെ പള്ളിയിൽ പങ്കെടുത്താൽ ബോധ്യപ്പെടും. അതിൻ്റെ പ്രധാനമായിട്ട് 7 കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ, ജുമുഅയ്ക്ക് ബാങ്ക് കൊടുക്കുന്നു. നമ്മൾ 2 ബാങ്ക് കൊടുക്കുന്നു, അവർ ഒരൊറ്റ ബാങ്കേ ഉള്ളൂ. പറയാം, ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരൊറ്റ ബാങ്കേ കൊടുക്കുന്നുള്ളൂ. രണ്ടാമത്തേത്, നമ്മുടെ പള്ളിയിലേക്ക് ഇമാമിങ്ങൾ മെമ്പറിലേക്ക് കയറുമ്പോൾ ഒരു വടി പിടിക്കുന്നു, അവർ വടി പിടിക്കുന്നില്ല. മൂന്നാമത്തേത്, നമ്മുടെ പള്ളികളിലേക്ക് അറബി ഭാഷയിൽ ഖുതുബ ഓതുന്നു, അവർ മലയാളത്തിൽ മാതൃഭാഷയിൽ ഖുതുബ ഓതുന്നു. അടുത്തത് കഴിഞ്ഞ് ജുമുഅ കഴിഞ്ഞ് ഖുതുബ കഴിഞ്ഞ് താഴെ ഇറങ്ങി മെഹ്റാബിലെത്തിയാൽ ഇമാമ് അല്ലാഹു അക്ബർ കത്രിപ്പൂട്ട് നെഞ്ചത്ത് കയറ്റി വെക്കുന്നു, നെഞ്ചത്ത് കൈവെട്ടുന്നു. നമ്മളോ നെഞ്ചത്തല്ല കൈവെട്ടുന്നത്. നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമികൾ കൈകെട്ടാൻ പറഞ്ഞെടുത്താൽ കൈകെട്ടുന്നു. അത് പറയാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ കൈകെട്ടുന്നിടത്ത് മഅ്ശറ വിളിക്കുന്നു. നമ്മുടെ പള്ളികളിൽ ഇമാമ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് മഅ്ശറ വിളിക്കുന്നു. അവരുടെ പള്ളികളിൽ മഅ്ശറ വിളിയില്ല. അവരുടെ പള്ളികളിൽ മഅ്ശറ വിളിയില്ല. അവരുടെ പള്ളികളിൽ പെണ്ണുങ്ങളുണ്ട് ജുമുഅയ്ക്ക്, നമ്മുടെ പള്ളിയിൽ പെണ്ണുങ്ങളില്ല. അവർക്ക് കൂട്ടുപ്രാർത്ഥനയില്ല, നമുക്ക് കൂട്ടുപ്രാർത്ഥനയുണ്ട്. പ്രകടമായ അന്തരങ്ങൾ ആ ജുമുഅയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓരോന്ന് പരിശോധിക്കുക, ഏതാണ് ശരിയായ റൂട്ടിലുള്ളത്. മഹാനായ നബിതങ്ങൾ പറഞ്ഞു, അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഞാനും സഹാബത്തും ഏത് റൂട്ടിലാണോ രാജപാത, ആ രാജപാതയിൽ അടി ഉറച്ചവിടെ നിന്നോളൂ, നിങ്ങളൊന്നും പേടിക്കേണ്ട നബിതങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എടുക്കാൻ നമുക്ക്. ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം ബാങ്ക് തന്നെ. ബാങ്ക് കൊടുത്തിട്ടുള്ള ഖുതുബയും കാര്യമൊക്കെ ഉണ്ടാകുന്നത്. ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എത്ര ബാങ്കുണ്ട്? നമുക്ക് 2 ബാങ്കാണുള്ളത്. നമുക്ക് 2 ബാങ്കുണ്ട്. അവർക്കോ
നമുക്ക് 2 ബാങ്കുണ്ട്, അവർക്ക് ഒരൊറ്റ ബാങ്കാണുള്ളത്. ബാങ്ക് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ പള്ളികളിലൊക്കെ മുസ്ലിം ലോകത്ത് മുഴുവൻ 2 ബാങ്ക് കൊടുക്കുമ്പോൾ മുജാഹിദ് ജമാഅത്ത് ഒരൊറ്റ ബാങ്ക് കൊടുത്ത് മിണ്ടാതിരിക്കണ കുഴപ്പമില്ലായിരുന്നു. അവർ പ്രസംഗിക്കുന്നു, അവർ എഴുതുന്നു, 2 ബാങ്ക് ബിദ്അത്താണ്. സുബ്ഹാനല്ലാഹ്, നരകത്തിലേക്കുള്ള ബാങ്കാണെന്നാണ് പറഞ്ഞത്. ഓയില്ലേ, 2 ബാങ്ക് കൊടുത്താൽ അത് ബിദ്അത്താണ്, നരകത്തിൽ പോകേണ്ടി വരുമെന്നാണ് പറയുന്നത്. അത് പറയുന്നു എന്ന് മാത്രമല്ല, കൊച്ചുകുട്ടികളെപ്പോലും പഠിപ്പിക്കുകയാണ്. പാഠപുസ്തകത്തിൽ പോലും പഠിപ്പിക്കുന്നു, കൊച്ചുകുട്ടികളെപ്പോലും പഠിപ്പിക്കുകയാണ്. എന്ത് ബാങ്ക്, 2ാമത്തെ ബാങ്ക് ബിദ്അത്താണെന്ന്. ഇസ്ലാം മതാനുഷ്ഠാനങ്ങൾ 4ാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത IPS പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന 1982 പുറത്തേക്ക് പുസ്തകത്തിൽ വരികൾ ഞാൻ വായിക്കാം. 33ാമത്തെ പേജിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പാഠപുസ്തകത്തിൽ പറയണം, ചില പള്ളികളിൽ ജുമാ നിസ്കാരത്തിന് മുമ്പ് 2 തവണ ബാങ്ക് വിളിക്കുന്നുണ്ട്. ഒന്ന് നമസ്കാര സമയം അടുക്കുന്നതിന് അല്പം മുമ്പും, മറ്റൊന്ന് ഇമാം മിമ്പറിൽ ഇരുന്ന ശേഷവും. ഇതിൽ ആദ്യത്തേത് റസൂലിൻ്റെ കാലത്ത് പതിവുണ്ടായിരുന്നില്ല, പിന്നീടുണ്ടായ ബിദ്അത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആചരിച്ചിട്ടില്ലാത്ത പുത്തനായ മതകർമ്മങ്ങൾക്ക് ബിദ്അത്ത്, അനാചാരം എന്ന് പറയുന്നു. മിമ്പറിൽ ഇരിക്കുമ്പോഴുള്ള ബാങ്ക് മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കാലത്ത് നിലവിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ 4ാം ക്ലാസ്സിലെ കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിലുള്ള വരികളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ജുമഴക്ക് 2 ബാങ്ക് പാടില്ല, ബിദ്അത്താണ് എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ ഇവിടെ അഭിപ്രായ വ്യത്യാസം. ജുമഴക്ക് എത്ര ബാങ്ക് കൊടുക്കണം? മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ അലവലാദികൾ പറയുന്നു ഒരൊറ്റ ബാങ്കേ കൊടുക്കാൻ പാടുള്ളൂ. സുന്നികൾ പറയുന്നു 2 ബാങ്ക് കൊടുക്കണം. ഏതാണ് റൂട്ട്? രാജപാതയിലുള്ള റൂട്ട് ഏതാണ്? രാജപാതയിലുള്ളത് ഏതാണ്? ഇതാണ് നമ്മൾ നോക്കേണ്ടത്. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് 2 ബാങ്ക് പരസ്യമായിട്ട് പള്ളിയിൽ വെച്ചുള്ള 2 ബാങ്ക് നിലവിൽ വന്നു. ഇസ്ലാമിൻ്റെ 3ാമത്തെ ഖലീഫയായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒന്ന് നിസ്കാരത്തിൻ്റെ സമയമായാൽ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് പോലെ മുനാറത്തിൽ നിന്ന് 1 ബാങ്ക് പരസ്യമായിട്ട് കൊടുക്കും. പിന്നെ ഖത്തീബിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മിമ്പറിൽ ഖത്തീബ് കയറിയിരുന്നാൽ 2ാമത്തെ ബാങ്ക് കൊടുക്കും. ഇങ്ങനെയുള്ള 2 ബാങ്കും പള്ളിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏർപ്പെടുത്തി. ഇത് സഹീൽ ബുഖാരിയിലൊക്കെ കാണാം. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ആവിഷ്കാരത്തിന് മുമ്പ് ജുമയ്ക്ക് 2 ബാങ്ക് ഉണ്ടായിരുന്നോ ഇല്ലേ? ഉണ്ടായിരുന്നു എന്ന് പല റിപ്പോർട്ടിലും വന്നിട്ടുണ്ട്. പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വന്തം അഭിപ്രായത്തിൽ അങ്ങനെ ഉണ്ടാക്കിയതല്ല, നേരത്തെയുള്ള സൂചനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആവിഷ്കരിച്ചതാണ്. ഇനി അങ്ങനെ ഒന്നുമില്ലാണ്ട് വെക്കാം. ഇപ്പം 2ാമത്തെ ബാങ്കിൻ്റെ ആവശ്യമുണ്ടെന്ന് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വയം മനസ്സിലാക്കി ഇജ്തിഹാദ് ചെയ്ത് അങ്ങോട്ട് ആവിഷ്കരിച്ചു. മദീനയിലെ പള്ളിയിൽ വെച്ചുകൊണ്ട് 2 ബാങ്ക് ഏർപ്പെടുത്തി. പ്രമുഖരായ സഹാബിമാർ ബദറിലൂടെ, ഉഹദിലൂടെ, ഖന്തക്കിലൂടെ രണരംഗങ്ങൾക്ക് അവിടെ ചുടുരക്തം കൊണ്ട് ചെഞ്ചായം പൂശിയ ധീരരായ മഹാന്മാർ സഹാബിമാർ അവിടെയുണ്ട്. ഇതെങ്ങാനും ബിദ്അത്തായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ അവർ നിലക്ക് നിർത്തുമായിരുന്നു. എതിരെ ഒരൊറ്റ സഹാബിയും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ പള്ളികളിലും അത് നിലവിൽ വന്നു. 2 ബാങ്ക് ലോകത്തുള്ള സകല പള്ളികളിലും നിലവിൽ വന്നു. ഇതുകൊണ്ടാണ് ഇത് സഹാബത്തിൻ്റെ സുക്കുട്ടിയായ ഇജ്മാഅ്, മൗനാനുവാദത്തിലുള്ള ഏകോപനമാണ് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ ഐനി ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ എഴുതാനുണ്ടായ കാരണം. അപ്പോൾ സഹാബത്തിൻ്റെ ഏകോപനം, സഹാബത്ത് ഏകകണ്ഠമായി അംഗീകരിച്ചു.
രണ്ടാമത്തെ ബാങ്ക് ജുമയ്ക്ക് 2 ബാങ്ക് കൊടുക്കുന്നത് രണ്ടാമത് ഏർപ്പെടുത്തിയ ബാങ്ക് വക്ത് കടന്ന ഉടനെ കൊടുക്കുന്ന ബാങ്ക് ഒന്നാമത്തെ ബാങ്ക് അതിനെ രണ്ടാമത്തെ ബാങ്ക് പറഞ്ഞു. ആ ഒന്നാമത്തെ ബാങ്ക് എന്ന് പറയുന്ന രണ്ടാമത്തെ ബാങ്ക് അത് ബിദ്അത്തായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് ഏർപ്പെടുത്തുമായിരുന്നില്ല. ആരാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് നിങ്ങൾക്കറിയാമോ? ഉസ്മാൻ ദിന്നൂറൈനി ഖദ്മാത സ്വായിമ ലഖദ് ഖാമ ബിൽ ഖുർആനി ദഹ്റൻ തഹജ്ജുദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ കല്യാണം കഴിച്ച ദിന്നൂറൈൻ 2 പ്രകാശത്തിൻ്റെ ഉടമയെന്ന് തിരുനബി അഭിധാനം നൽകിയ മഹാനാണ്. ആദ്യം ഒരു മകളെ കല്യാണം കഴിച്ച് ആ മകൾ മരിച്ചപ്പോൾ രണ്ടാമത്തെ മകളെ കൂടി റസൂലുള്ളാഹി കെട്ടിച്ചു കൊടുത്തു. ദുന്നൂറൈൻ ഇസ്ലാമിൻ്റെ 3ാമത്തെ ഖലീഫയാണ്. മരണം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൻ്റെ അവസാനത്തിൽ രാഷ്ട്രീയ പ്രക്ഷോഭക്കാരായിട്ടുള്ള ചില ആളുകൾ അവർ അദ്ദേഹത്തെ വെട്ടിക്കൊന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അതിന് കാരണം എന്തായിരുന്നു? സബഇയ്യ എന്ന് പറയുന്നതായ ബിദ്അത്തിൻ്റെ പാർട്ടിക്കാർ അവർ സമുദായത്തിലുണ്ടാക്കിയ ഭിന്നിപ്പായിരുന്നു. നബി തങ്ങൾ ഹയാത്ത് കാലത്ത് തന്നെ ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മരണം രക്തസാക്ഷിത്വമാണ്, ശത്രുക്കൾ നിങ്ങളെ കൊല്ലും, അങ്ങനെ നിങ്ങൾ രക്തസാക്ഷിയാകും, നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഖിലാഫത്തിൻ്റെ ഒരു വസ്ത്രം നിങ്ങളെ അണിയിക്കും, അങ്ങനെ അണിയിച്ചാൽ ക്ഷമാപൂർവ്വം നിങ്ങൾ അതിന് എതിർപ്പുണ്ടായാലും പിടിച്ചു നിൽക്കണം. ആളുകളുടെ എതിർപ്പുണ്ടായാൽ, പ്രക്ഷോഭകാരികളുടെ എതിർപ്പുണ്ടായാൽ ആ വസ്ത്രം നിങ്ങൾ അഴിച്ചു മാറ്റി കളയരുത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാനോട് വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രക്ഷോഭകാരികൾ അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുമ്പോൾ അദ്ദേഹം ഖുർആൻ നിവർത്തി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നോമ്പുകാരനായിരുന്നു, തലേന്ന് നോമ്പായിരുന്നു, മരിക്കുന്ന ദിവസവും നോമ്പാണ്. തലേന്ന് നോറ്റ നോമ്പ് തുറക്കാൻ വെള്ളം കിട്ടിയിട്ടില്ല, അത്താഴമില്ല, നോമ്പ് തുറക്കാൻ വെള്ളമില്ല. ആ സമയത്ത് വീട്ടുതടങ്കലിലായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നേരം പുലർന്നപ്പോൾ അദ്ദേഹം പറയുന്നു, ഇന്നീ സ്വായിം, ഞാൻ നോമ്പുകാരനാകുന്നു. നിങ്ങളെങ്ങനെ നോമ്പ് നോൽക്കുക? ഭാര്യ ചോദിക്കുന്നു, നിങ്ങൾ ഇന്നലത്തെ നോമ്പ് തുറന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ വെള്ളം കിട്ടിയിട്ടില്ല, അത്താഴത്തിന് വെള്ളവും ആഹാരവും കിട്ടിയിട്ടില്ല, പിന്നെ നിങ്ങളെങ്ങനെ നോമ്പുകാരനാകും? അപ്പോൾ അദ്ദേഹം പറയുന്നു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ ഇന്നലെ വെള്ളം കൊണ്ടുവന്ന് എനിക്ക് കുടിക്കാൻ തന്നു. ആ വെള്ളം കുടിച്ചു. നബിതങ്ങൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ നോമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് തുറക്കുകയാണോ? അല്ല, നിങ്ങൾ ഇവിടെ നിന്ന് തുറക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ അവിടെ വന്ന് തുറക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് നേരം പറഞ്ഞപ്പോൾ ഞാൻ നോമ്പുകാരനാണ്. ഇന്നലത്തെ നോമ്പ് തുറക്കാൻ വെള്ളം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയുന്നു. അങ്ങനെ ഉസ്മാൻ ദിന്നൂറൈനി ഖദ് മാത സ്വായിമ ലഖദ് ഖാമ ബിൽ ഖുർആനി ദഹ്റൻ തഹജ്ജുദാ. അങ്ങനെ നോമ്പ് നോറ്റ് ബഹുമാനപ്പെട്ടവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെട്ടിക്കൊല്ലപ്പെടുത്തപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ രക്തം ചൂട് രക്തം ഒരു തുള്ളി ഖുർആനിൽ വന്ന് തെറിച്ചു വീണു. ഫസയക്ഫീകഹുമുല്ലാ എന്ന ആയത്തിലാണ് വന്നത്. ഫസയക്ഫീകഹുമുല്ലാ, ശത്രുക്കളിൽ നിന്ന് തങ്ങളെ അല്ലാഹു രക്ഷിക്കും, രക്ഷപ്പെടുത്തുമെന്ന് അർത്ഥം വരുന്ന ആയത്തിൻ്റെ മുകളിൽ താഷ്കൻഡിൽ ഈ മുദ്രണം ചെയ്ത ഖുർആൻ എന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഒറിജിനൽ മുസ്ഹഫ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ചൂടുരക്തം കൊണ്ട് മുദ്രണം ചെയ്ത മുസ്ഹഫ് ഇന്നും ലോകത്ത് അവശേഷിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ആവട്ടെ, ഇസ്ലാമിൻ്റെ 3ാമത്തെ ഖലീഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എൻ്റെ ചര്യയും ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. നബി നിങ്ങൾ മറ്റൊരിടത്ത് പറഞ്ഞു, മാന അലിഹി വസ്ഹാബി, ഞാനും വസ്ഹാബിമാരും ഏത് റൂട്ടിലാണോ ആ രാജപഥയിലൂടെ നിങ്ങൾ നീങ്ങുക, അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ. അപ്പോൾ ഇവിടെ സഹാബത്ത് അംഗീകരിച്ചു 2ാമത്തെ ബാങ്ക്. ജുമായ്ക്ക് 2 ബാങ്ക് സഹാബത്ത് അംഗീകരിച്ചു. ഒരൊറ്റ സഹാബി പോലും അതിനെ എതിർത്തിട്ടില്ല. അത് ബിദ്അത്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരക്കണക്കിന് സഹാബിമാർ മുബ്തദികളാണ്, ബിദ്അത്തുകാരാണെന്ന് വരും. ഇസ്ലാമിൻ്റെ 3ാമത്തെ ഖലീഫ ബിദ്അത്താണ് ഏർപ്പെടുത്തിയത് എന്ന് വരും. സുബ്ഹാനല്ലാഹ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പ് 2 ബാങ്ക് ഇല്ലേ? ഉണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഖുർആനിൽ തന്നെ തെളിവ് പിടിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അൂ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ. ഓ സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കച്ചവടക്കം ഉപേക്ഷിച്ചുകൊണ്ട് ഖുതുബ കേൾക്കാൻ നിങ്ങൾ തരുതകൃതിയായി വരണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുത്താൽ ഫസ്അൂ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ഉത്ബോധനം, അതായത് ഖുതുബ കേൾക്കാൻ നിങ്ങൾ തിരുതകൃതിയായി വരിക. വദറുൽ ബൈഅ, നിങ്ങൾ കച്ചവടം ഉപേക്ഷിക്കുക എന്ന്. അപ്പോൾ ഇത് ഏത് ബാങ്കാണ്? ഈ ബാങ്ക് ഖത്തീബ് മിമ്പറിൻ്റെ മുകളിൽ ഇരുന്നതിൻ്റെ ശേഷം കൊടുക്കുന്ന ബാങ്കാണെങ്കിൽ
ഈ ബാങ്ക് കേട്ടിട്ട് കട അടച്ച് കച്ചവടമൊക്കെ ഉപേക്ഷിച്ച് വസ്ത്രം മാറ്റി പള്ളിയിലേക്ക് വന്നിട്ട് ഖുതുബയാക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് ചില ആളുകൾ പറഞ്ഞു ഖുർആനിൽ പറഞ്ഞ ആ ബാങ്ക് അത് സമയമായാൽ നേരത്തെ കൊടുക്കുന്ന ബാങ്കാണ്. അതുകൊണ്ട് 2 ബാങ്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഉണ്ട് എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു ചില റിവായത്തിൽ കാണാം അന്ന ഉമറ അമറ മുഅദ്ദിനീനി ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് ഇസ്ലാമിൻ്റെ 2ാമത്തെ ഖലീഫ 2 മുഅദ്ദിന്മാരെ ആവിഷ്കരിച്ചു. യുഅദ്ദിന ലിന്നാസി അൽ ജുമാ, വെള്ളിയാഴ്ച ദിവസം ജനങ്ങൾക്ക് ബാങ്ക് കൊടുക്കാൻ വേണ്ടി. ഖാരിജം മിനൽ മസ്ജിദി ഹത്താ യസ്മഅൻ നാസ്, ഒരു ബാങ്ക് പള്ളിക്ക് പുറത്ത് ജനങ്ങൾ കേൾക്കാൻ വേണ്ടി. വഅമറ യുഅദ്ദന ബൈന യദൈഹി കമാ ഫി അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കറിൻ, പിന്നെ ഒരു ബാങ്ക് തൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മെമ്പറിൽ കയറിന് ശേഷം കൊടുക്കാൻ. അപ്പോൾ ഉമർ ഖത്താബിൻ്റെ റളിയല്ലാഹുവിൻ്റെ കാലത്ത് 2 ബാങ്ക് ഉണ്ടായിരുന്നു എന്ന് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. വഖദ്കാന ഉമർ റളിയല്ലാഹു അൻഹു അമറ അൻ യുഅദ്ദന ഫി സൂഖി, അങ്ങാടിയിൽ വെച്ചുകൊണ്ട് ഉറക്കെ ആളുകളൊക്കെ കേൾക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ഖബലിൽ മസ്ജിദി, പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്. എന്തിനു വേണ്ടി? യഖൂമൻ നാസു അൻ ബുയൂരിഹിം, ആളുകൾ കച്ചവടമൊക്കെ വിട്ട് പള്ളിയിലേക്ക് ഒരുങ്ങി വരാൻ വേണ്ടി. അങ്ങനെ വൈദജിത്തമഴു, ജനങ്ങൾ പള്ളിയിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഉദ്ദിന ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് ബാങ്ക് കൊടുക്കപ്പെടും. അത് ഏതാണ്? മെമ്പറിൽ കയറിയ ശേഷമുള്ള ബാങ്ക്. ഫജഅലഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദാനൈനി ഫിൽ മസ്ജിദി, ഉമർ ഖത്താബിൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ഈ 2 ബാങ്ക്, ഒന്ന് പള്ളിക്ക് പുറത്തും ഒന്ന് അകത്തുമുണ്ടായിരുന്ന ബാങ്ക്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? 2ഉം പള്ളിയിൽ ഏർപ്പെടുത്തി. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിൻ്റെ മുമ്പ് തന്നെ 2 ബാങ്കുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ ഖുർത്തുബി അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ആവട്ടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ മുമ്പ് തന്നെ 2 ബാങ്ക് ഉണ്ടെന്നും ഇല്ലെന്നും 2 അഭിപ്രായമുണ്ട്. 2ാമത്തെ അഭിപ്രായം സ്വീകരിക്കുക, നമ്മൾ ഇല്ല എന്നുള്ള അഭിപ്രായം സ്വീകരിക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവസരോചിതമായി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്തിംബാത്ത് ചെയ്ത് ഇജ്തിഹാദ് ചെയ്ത് ഗവേഷണം ചെയ്ത് അവിടെ അവസരോചിതമായി ഒരു ബാങ്ക് കൂടി വേണമെന്ന് ചിന്തിച്ച് ആവിഷ്കരിച്ചു. അത് ഏർപ്പെടുത്തിയപ്പോൾ നിരാക്ഷേപം അത് അംഗീകരിക്കപ്പെട്ടു. എല്ലാ സഹാബിമാരും അംഗീകരിച്ചു. മുസ്ലിം ലോകത്ത് ഇജ്മാ, എല്ലാ പള്ളികളിലും അത് ഏർപ്പെടുത്തപ്പെട്ടു. ലോകത്ത് മുഴുവനും നടപ്പിൽ വന്നു. ഈ കാര്യം എങ്ങനെ ബിദ്അത്താണെന്ന് പറയുക? ഇത് ബിദ്അത്താണെന്ന് മുജാഹിദ് പറയുന്നു, ജമാഅത്ത് പറയുന്നു, എന്നിട്ട് ആ ബാങ്ക് അവർ എടുത്തു കളയുന്നു. മുസ്ലിം ലോകത്ത് നാളിതുവരെ എല്ലാ പള്ളികളിലും നിലവിൽ വന്നിട്ടുള്ള ഒരു ബാങ്ക്, ആ ബാങ്കിനെ അവർ എടുത്തു കളഞ്ഞു എന്ന് മാത്രമല്ല, അവർ ബിദ്അത്താണെന്ന് പറയുന്നത് എത്ര ഗുരുതരമാണ്. ബിദ്അത്താണെന്ന് പറയുമ്പോൾ ആരെയാണ് മുബ്തദിയാക്കുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും തൻ്റെ ഈ ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള അന്ന് ജീവിച്ചിരിക്കുന്ന സകല സഹാബിമാരെയും മുബ്തദികളാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് സഹാബത്തിൻ്റെ റൂട്ടിൽ ആരാണ് അലൈഹി വസഹബി, ഞാനും സഹാബിമാരും നിലകൊള്ളുന്ന റൂട്ടിൽ നിങ്ങൾ നിൽക്കണം. അടിയുറച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ അപ്പം ജുമാക്ക് 2 ബാങ്ക് കൊടുക്കണോ കൊടുക്കേണ്ട അഭിപ്രായം വന്നാൽ 2 ബാങ്ക് കൊടുക്കണം. അതാണ് സഹാബത്തിൻ്റെ റൂട്ട്.